ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ് ജേണി. നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൗൺഫോൾ ആയിട്ടുള്ള മാർക്കറ്റാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തായാലും നമ്മൾ ഡൗൺ ട്രെൻഡ് അടിയിൽക്കായിട്ടുള്ള ഒരു എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഒരു റീടെസ്റ്റ് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോകാനാണ് നമുക്ക് ചാൻസ്. ഡൗൺ ട്രെൻഡ് നമുക്ക് അങ്ങനെയും പോകാൻ ചാൻസ് ഉണ്ട്, അതല്ലാണ്ട് മേലോട്ട് പോയിട്ട് ഒരു റീടെസ്റ്റ് അവിടെ എടുത്തിട്ട് അടിയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ അതിൻ്റെ ആ ഒരു എക്സ്പെക്റ്റ് ചെയ്യണത് മാർക്കറ്റ് പോണത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് ഒരു 70% നമ്മൾക്ക് വിന്നർ റേഷ്യോ ഉണ്ടാവുന്ന ട്രേഡാണിത്. ഒരു 30% ലോസ് വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന്. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്താവുന്നു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമുക്ക് ആ എൻട്രി കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാ. അങ്ങനെ നമുക്ക് ഒരു ബെയറിഷ് സ്കാനിൽ നമുക്ക് കിട്ടി. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാൻ ചെയ്തു. നമ്മൾ ജസ്റ്റ് സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് 1:2 റേഷ്യോയിലാണ് നമ്മൾ ട്രേഡ് എൻട്രി അയക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താമെന്ന് നോക്കാം. അങ്ങനെ ഏകദേശം നമ്മളെ TP എത്തിയിട്ടുണ്ട്. നമ്മളെ TP ഹിറ്റ് ആവാനായിട്ടുണ്ട്. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേഡാണ്. ഓക്കെ, നമ്മളുടെ TP ഹിറ്റ് ആയിട്ടുണ്ട്. അറൗണ്ട് നമുക്കൊരു $20 പ്രോഫിറ്റ് കിട്ടിയിട്ടാണ്. നമ്മൾ അത്ര വലിയ ട്രേഡൊന്നും എടുക്കുന്നത്. നമ്മൾ ചെറിയൊരു ക്യാപിറ്റൽ വെച്ചാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.